ക്ലൗഡിയസ് നമ്മളിന്ന് വാട്ടർ എന്നുള്ളൊരു ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, റാൽഫ് വാൾഡോ എമൻസൺ. പോയം ചെറുതാണെങ്കിലും അതിൻ്റെ തീം വളരെ വലുതാണ്. സോ വാട്ടറിനെ നമ്മൾ നന്നായി സംരക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ എന്താണ്, വാട്ടറിന് ഒഴുകാനുണ്ടാവുന്ന സ്രോതസ്സുകൾ നമ്മൾ അതിനെ കയ്യേറിയാൽ, ഫോർ എക്സാമ്പിൾ പുഴ, ഓക്കെ, അതുപോലെ കടൽ, ഇവിടെയൊക്കെ കയറിയിട്ട് നമ്മൾ അമിതമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്താൽ, ഇപ്പോൾ സാൻഡ് മൈനിങ് പോലെയുള്ള, മണൽ ഖനനം പോലെയുള്ള, അങ്ങനെ കൂടുതൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, ഓക്കെ, ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടി വാട്ടർ ഉപയോഗിച്ചാൽ, വാട്ടറിനെ സ്നേഹിച്ചാൽ അത് നമ്മളെ ഇരട്ടിയായിട്ട് സ്നേഹിക്കുകയും ഉപദ്രവിച്ചാൽ, അല്ലേ, സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ പിന്നെ ഉപദ്രവിച്ചാൽ ഇടിച്ചു കൊല്ലും എന്നൊക്കെ പറഞ്ഞതുപോലെ, ഓക്കെ, എന്താണ്, ഉപദ്രവിച്ചാൽ അത് എന്ത് ചെയ്യും, നമ്മുടെ ലാൻഡിലേക്ക് കയറിക്കൊണ്ട്, ഓക്കെ, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി വന്നുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഫ്ലഡ് പോലെയുള്ള ആ ഒരു രീതിയിലേക്ക് വാട്ടർ മാറും എന്നുള്ളത്. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ കാമായിട്ട് ഒഴുകുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിനിങ്ങനെ, അല്ലേ, ആളുകളെ ഇടയിലും ഉണ്ടാവും വളരെ കാമായിട്ടുള്ള ആളുകൾ. പക്ഷേ എന്താണ്, അവരെ ഉപദ്രവിച്ചാൽ ആ ഒരു കാംനെസ് ഒക്കെ വിട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ, ഓക്കെ, ആംഗ്രിയോട് കൂടി അത് പെരുമാറുന്ന ഒരു സ്ഥിതിവിശേഷം വാട്ടറിനുമുണ്ട്. വാട്ടറിന് ഒരു പേഴ്സോണിഫിക്കേഷൻ രീതിയിൽ, അതായത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മനുഷ്യരുടെ ക്വാളിറ്റീസ് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. സോ വാട്ടറിനെ ഒരു പേഴ്സോണിഫൈഡ് ഫിഗറായിട്ട്, പേഴ്സോണിഫൈഡ് ഫോഴ്സ് ആയിട്ട് ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. സോ അതാണ് ഇതിലെ തീം എന്ന് പറഞ്ഞത്. വാട്ടർ ഈസ് എ വൈറ്റൽ കമ്പാനിയൻ ആൻഡ് സ്റ്റേൺ ജഡ്ജ് ടു ഹ്യൂമാനിറ്റി. അതായത് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട്, ഓക്കെ, ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നമുക്ക് വാട്ടറിനെ കാണാം. പക്ഷേ അത് എനിമി ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഉപദ്രവിച്ചാൽ, അതിൻ്റെ ഒരു ഇതിൽ പോയിട്ട്, അതിൻ്റെ ഒരു ഉറവിടത്തിൽ പോയിട്ട് നമ്മൾ അതിനെ കണ്ടാമിനേറ്റ് ചെയ്താൽ, ഓക്കെ, പൊല്യൂട്ടാക്കിയാൽ, അങ്ങനെയുള്ള അപ്പോൾ വാട്ടർ എന്ത് ചെയ്യും, തിരിച്ചും ഉപദ്രവിക്കും, വളരെ ഇരട്ടിയായിട്ട്, 10 മടങ്ങായിട്ട് അത് ഉപദ്രവിക്കും എന്നാണ് പറഞ്ഞത്. വാട്ടർ ബിഹേവ്സ് വിത്ത് വിസ്ഡം. ഇതിന് മുന്നേ വാട്ടർ എന്നുള്ള പോയം എഴുതിയത് റാൽഫ് വാൽഡോ എമേഴ്സൺ എന്ന് പറയുന്ന ഒരു ട്രാൻസെൻഡന്റലിസ്റ്റ് ആയിരുന്നു. ട്രാൻസെൻഡന്റലിസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, ഒരു പിന്നെ ഒരു ടേമാണ്, അമേരിക്കയിലുള്ള അമേരിക്കൻ പോയറ്റാണ് ഇദ്ദേഹം. അപ്പോൾ അമേരിക്കൻ പോയറ്റായിട്ടുള്ള ഇദ്ദേഹം ഒരു നേച്ചറിനെ പറ്റി, ഓക്കെ, അതായത് പ്രകൃതി സ്നേഹം, അതായത് പ്രകൃതി സ്നേഹത്തെ പറ്റി പറയുന്ന ഒരു കൺസെപ്റ്റാണ് ട്രാൻസെൻഡന്റലിസം. ഓക്കെ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തോന്നിട്ടില്ലെങ്കിൽ അത് വിടാം. ഓക്കെ, ഒരു നേച്ചർ ലവർ ആണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പറയാം. ഓക്കെ, ഒരു നേച്ചർ ലവിങ് കൺസെപ്റ്റ് ആണ് ശരിക്കും എന്ത് ഈ ഒരു ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് വാട്ടറിലേക്ക് തിരിച്ചു വരാം. വാട്ടർ ബിഹേവ്സ് വിത്ത് വിസ്ഡം. അതായത് വാട്ടർ എന്ത് ചെയ്യും, നല്ല വിവേകത്തോടു കൂടി പെരുമാറും. അതിന് ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഭയങ്കര ഇന്നസെൻ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കണ്ട, ഒരിക്കലും അങ്ങനെയല്ല. അതെന്തുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, ബിഹേവ്സ് വിത്ത് വിസ്ഡം, നല്ല വിവേകത്തോടു കൂടി ഒരു വ്യക്തിയെ പോലെ അത് പെരുമാറും. സജസ്റ്റിംഗ് ദാറ്റ് വാട്ടർ അണ്ടർസ്റ്റാൻഡ് സിവിലൈസേഷൻ വെൽ. ഓക്കെ, വാട്ടറിന് നമ്മളെ കുറിച്ച് നല്ലോണം അറിയാം, ഓക്കെ, നല്ല രീതിയിൽ അറിയാം. നമ്മൾ അതിനെ കളിയാക്കണ്ട. നമ്മുടെ കൾച്ചർ, സിവിലൈസേഷൻ, നമ്മുടെ നാഗരികതയും നമ്മുടെ കൾച്ചറും ഒക്കെ അതിനറിയാം. വെൽ ത്രൂ ജെന്റിൽ ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആക്ഷൻസ്. ഓക്കെ, നല്ല രീതിയിൽ പെരുമാറാൻ അറിയാം, ജെന്റിലായിട്ട്, സോഫ്റ്റ് ആയിട്ട് പെരുമാറാൻ, കാമായിട്ട്, പിന്നെ നദിയിലൂടെ ഒഴുകാൻ, അതുപോലെ തന്നെ കടലിലൂടെ ഒഴുകാൻ വാട്ടറിന് അറിയാം. അതേസമയം തന്നെ ഡിസ്ട്രക്റ്റീവായിട്ട്, ഓക്കെ, നമ്മളെ നശിപ്പിക്കാൻ, അതിൻ്റെ ഒറ്റ തള്ളുകൊണ്ട്, ഒറ്റ പുഷ് കൊണ്ട് നമ്മളെ നശിപ്പിക്കാനും വാട്ടറിന് അറിയാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പറയുന്നത്. വാട്ടർ ഈസ് ബോത്ത് ഗിവർ ആൻഡ് ടേക്കർ ഓഫ് ലൈഫ്. വാട്ടർ ഒരേ സമയം എന്താണ്, നമ്മുടെ ജീവൻ തരുന്ന, ഓക്കെ, നമുക്ക് ജലം ജീവാമൃതമാണ് ശരിക്ക്, അല്ലെ. വാട്ടർ ഈസ് ആൻ എലിക്സിർ ഓഫ് ലൈഫ് എന്ന് പറയേണ്ട നമ്മൾ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. ഓക്കെ, അപ്പം അത് നമുക്കറിയാം. വാട്ടർ ഈസ് ബോത്ത് ഗിവർ ആൻഡ് ടേക്കർ ഓഫ് ലൈഫ്. പക്ഷേ ചില ഫ്ലഡുകളിലൂടെ നമ്മുടെ ലൈഫ് എടുക്കുന്ന ഒരു ഫോഴ്സ് ആയിട്ടും വാട്ടറിനെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് വാട്ടർ ഈസ് ബോത്ത് ഗിവർ ആൻഡ് ടേക്കർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ് ബ്രിങ്സ് ആ ഒരു ലൈൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ബ്രിങ്സ് ബ്യൂട്ടി ഇഫ് റെസ്പെക്റ്റഡ്, അതർവൈസ് ഇൻ പെർഫെക്റ്റ് ടൈം. അതായത് ഇറ്റ് ബ്രിങ്സ് ബ്യൂട്ടി, അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈഫിന് സൗന്ദര്യം നൽകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് അർത്ഥമുള്ളതാക്കുന്നു, നമുക്ക് കൂടുതൽ ന്യൂട്രീഷൻ നൽകുന്നു. ഇഫ് റെസ്പെക്റ്റഡ്, നമ്മൾ ബഹുമാനിച്ചാൽ മാത്രം. അതർവൈസ്, അല്ലെങ്കിൽ ഇൻ പെർഫെക്റ്റ് ടൈം, അതായത് അതിൻ്റെ സമയം എത്തുമ്പോൾ, ഓക്കെ, എന്ത് ചെയ്യും, ഇറ്റ് വിൽ കമസ് ടു എലഗൻ്റ്ലി ഡിസ്ട്രോയ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാനും, ഓക്കെ, വളരെ അനായാസം, ഓക്കെ, ഈസി ആയിട്ട് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാനും വാട്ടറിന് അറിയാം എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ലാസ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
എക്സാമിന് ചോദിച്ചേക്കാം. ഇൽ യൂസ്ഡ്, അതായത് നമ്മൾ അതിനെ മോശമായിട്ട് ഉപയോഗിച്ചാൽ, ഓക്കെ, ഇഫ് യൂസ് ഇറ്റ് ബാഡ്ലി എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് വിൽ ഡിസ്ട്രോയ് ഇൻ പെർഫെക്റ്റ് ടൈം ആൻഡ് മെഷർ. അത് അതിൻ്റെ സമയത്ത് വന്നിട്ട് നമ്മളെ എൻഗൾഫ് ചെയ്യും, സ്വാലോ ചെയ്യും, വിഴുങ്ങും, അല്ലെ, ഫ്ലഡിന്റെ രൂപത്തിലൊക്കെ. വിത്ത് ദ ഫേസ് ഓഫ് ഗോൾഡൻ പ്ലഷർ, അതിനൊരു ഇതും ഉണ്ടാവില്ല, ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല, പ്ലഷറോട് കൂടി എലഗൻലി ഡിസ്ട്രോയ്, ഓക്കെ, വളരെ മഹത്തരമായിട്ട് നമ്മൾ നശിപ്പിക്കും അത്. ദ പോം റിഫ്ലെക്ട്സ് ട്രാൻസെൻഡന്റലിസ്റ്റ് ഫിലോസഫി ഓഫ് റെസ്പെക്ടിങ് നേച്ചർ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ട്രാൻസെൻഡന്റലിസം എന്ന് പറഞ്ഞാൽ ഒരു നേച്ചർ ലവിങ്, നേച്ചറിനെ നമ്മൾ റെസ്പെക്റ്റോട് കൂടി കാണണം, ഒരു മനുഷ്യനെ പോലെ, ഒരു മഹത് വ്യക്തിയെ പോലെ കാണണം എന്നുള്ളത്. ഫിലോസഫി ഓഫ് റെസ്പെക്ടിങ് നേച്ചർ ഫോർ സസ്റ്റൈൻഡ് ഹ്യൂമൻ ഫ്ലറിഷിങ്, അതായത് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഈ ഒരു വാട്ടറിന്റെ എന്ന് പറഞ്ഞത്. സോ മിസ്മാനേജ്മെന്റ് ഓഫ് വാട്ടർ വിൽ കോസ് സിവിയർ കോൺസിക്വൻസസ്. ഈ വാട്ടറിനെ മിസ്മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നത്, മിസ്യൂസ് ചെയ്യുന്നത്, ഇറ്റ് വിൽ ക്രിയേറ്റ് സിവിയർ കോൺസിക്വൻസസ്, അതായത് മാരകമായിട്ടുള്ള അനന്തരഫലങ്ങൾ അത് ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ.